മരിക്കുക അവസരത്തിൽ परमेश्वर भला है और उसकी करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. परमेश्वर की करुणा हर पल हमारे जिंदगी में अनुभव करने के लिए परमेश्वर में सहायता करते हैं। ദൈവത്തിന്റെ ദയ നിരന്തരമായി അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്നല്ലോ. काफी हमारे विषय है जिस विषयों के लिए हम इन दिनों में प्रार्थना कर रहे हैं, और ये हमारा विश्वास है कि परमेश्वर आश्चर्य कार्यों को उस प्रार्थना विषयों के बीच में हमारे लिए प्रकट करने वाला है। നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ആമേൻ. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ ദിവസങ്ങളിൽ ആ വിഷയങ്ങളുടെയൊക്കെയും മറുപടി നമുക്ക് ലഭിക്കുമെന്നുള്ളത്. हमारे प्रार्थनाएं कभी भी व्यर्थ नहीं जाएगा। നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവായി പോകുകയില്ല. परमेश्वर के नाम की महिमा होने पाए। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. आमीन प्रेज़ लॉर्ड। जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. इब्रानियों के पत्री उसके 11वें अध्याय उसके 4 आयत की ओर हमारे ध्यान हम लेकर आएंगे। इब्रानियों के पत्री उसके 11वें अध्याय उसके 4th आयत 4 आयत की ओर हमारे ध्यान हम लेकर आएंगे। എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. आमीन। यहाँ पर हाबेल ने चढ़ाया हुआ भेंट के बारे में और परमेश्वर ने उस बलिदान को स्वीकार किया करके हम यहाँ पर पढ़ते हैं। ഇവിടെ ഹാബേൽ കഴിച്ച യാഗത്തെക്കുറിച്ചും അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. आमीन आमीन। उत्पत्ति की किताब में हम देखते हैं 2 लोगों ने आया परमेश्वर के सम्मुख बलि चढ़ाने के लिए। നമ്മൾക്ക് പഴയ നിയമത്തിലെ ഈ 2 പേരെ അറിയാം. 2 പേർ ഒരുമിച്ച് കർത്താവിന് യാഗമർപ്പിക്കാൻ വന്നു. आमीन। लेकिन एक में परमेश्वर प्रसन्न हुआ और दूसरा व्यक्ति के आराधना को परमेश्वर ने रिजेक्ट कर दिया। ഒരു വ്യക്തിയുടെ ആരാധനയിൽ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മറ്റേ വ്യക്തിയുടെ യാഗത്തിൽ പ്രസാദിച്ചില്ല. आमीन। वास्तव में हमने कभी सोचा है कि हम जब परमेश्वर की चरणों में आराधना करने के लिए आते हैं, जब हम हमें बलि चढ़ाने के लिए आते हैं, हमारे आराधनाओं पर क्या परमेश्वर वास्तव में प्रसन्न होते हैं? ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നവരാണോ? വാസ്തവത്തിൽ നമ്മളും ആരാധന കഴിക്കാൻ കടന്നു പോകുന്നവരാണ്, യാഗമർപ്പിക്കുന്നവരാണ്. നമ്മുടെ യാഗത്തിൽ ആരാധനയിൽ ദൈവം പ്രസാദിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? Is God pleased? क्या परमेश्वर हमारे उस वेदी पे रखा हुआ बलि पर क्या परमेश्वर वास्तव में प्रसन्न हुआ है? നമ്മൾ യാഗമർപ്പിച്ച യാഗത്തിൽ ദൈവം വാസ്തവത്തിൽ പ്രസാദിച്ചുവോ? आमीन प्रेज़ लॉर्ड। काफी बार हम पूछते हैं कि कैसा था आराधना। आमीन आमीन आमीन। जवाब आता है कि बहुत बढ़िया था आराधना करके। ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചോദ്യം ഉയരാറുണ്ട്, ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആളുകൾ പറയും വളരെ നല്ലതായിരുന്നു ആരാധന. हालेलुया। कुछ लोग कहते हैं कि इट वाज रियल एन एक्साइटमेंट। आमीन प्रेज़ लॉर्ड। बड़ा पावरफुल था करके लोग कहते हैं। ചില ആളുകൾ പറയാറുണ്ട് വളരെ ഉത്സാഹമുള്ള നല്ല ശക്തിയോടെയുള്ള ആരാധനയായിരുന്നു. आमीन। और कुछ लोग कहते हैं कि आराधना बड़ा बोरिंग था। ചിലര് പറയാറുണ്ട് ഇന്നത്തെ ആരാധന വളരെ ഉദാസീനമായിരുന്നു. हालेलुया। हमने आमीन प्रेज़ लॉर्ड आराधना बढ़िया था करके कहने का मतलब क्या है वास्तव നമ്മൾ में? ആരാധന നല്ലതായിരുന്നു എന്ന് പറയുന്നതിന്റെ ആ പുറകിലെ സത്യം എന്താ? आमीन। किसके लिए अच्छा था? हमारे लिए अच्छा था या परमेश्वर के लिए हमारा वो आराधना अच्छा रहा है? അത് നമുക്ക് നല്ലതായിരുന്നു എന്നാണോ നമ്മൾ പറയുന്നത്, അതോ ദൈവത്തിന് ആമേ നമ്മുടെ ആരാധനയിൽ പ്രസാദമായിരുന്നു എന്നാണോ പറയുന്നത്? हमने आराधना के बारे में बहुत कुछ गलत तरीकाएं हमने सीख कर रखा है। ആരാധനയെ കുറിച്ച് വളരെ തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. आमीन। हाल ही में एक पास्टर आमीन जब प्रचार कर रहा था, वे आमीन कह रहे थे क्योंकि लोग कोई भी ताली नहीं बजा रहा, इसके लिए उन्होंने कहा कि हम जब ताली बजाते हैं तो हमारा पूरा ब्लड सर्कुलेशन होने के कारण हमारे चेहरा आमीन ग्लो होना शुरू होता है। आमीन। इसके लिए हम ताली बजाना चाहिए। ഒരിക്കൽ ഒരിടത്ത് ഒരു ദൈവദാസൻ തന്റെ സഭയിൽ ആരും കൈയടിക്കാതിരിക്കുന്നത് കൊണ്ട് താൻ സഭയിൽ ഇങ്ങനെ ആമേൻ പ്രഖ്യാപിച്ചു, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കൈ നന്നായിട്ട് ചേർത്തടിച്ചാൽ നിങ്ങളുടെ രക്തം ഒക്കെ നന്നായി ഓടും, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാകുമെന്ന് പറഞ്ഞു. हालेलुया। आमीन। और ताली बजाने के द्वारा चेहरा में पूरा ग्लो दिखाई देगा। നിങ്ങൾ കൈയടിച്ചാൽ മുഖത്ത് നല്ല തിളക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ब्यूटी पार्लर भी जाना नहीं पड़ेगा।
ബ്യൂട്ടി പാർലറിൽ പോകേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞു. आमीन, प्रेज लॉर्ड। उस दिन से एक आंटी बहुत तेजी से आमीन ताली बजा रहे हैं। അന്ന് മുതൽ ഒരു ആന്റി ചർച്ചിൽ നന്നായി കൈയടിക്കാൻ തുടങ്ങി. पूछा कि क्यों थाली बजा रहे हैं? എന്തിനാ കൈയടിക്കുന്നേ? पास्टर, मैं हजारों रुपए ब्यूटी पार्लर में देता हूँ, उससे भी अच्छा मैं ताली बजा लूंगा। आमीन, प्रेज लॉर्ड। चेहरा में यदि ग्लो आएगा तो 1000-ലധികം രൂപ ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊടുത്തു വരുന്നു, എന്നാൽ കൈയടിച്ചാൽ ഗ്ലോ വരുമെങ്കിൽ അതല്ലേ ലാഭം? हालेलुया, प्रेज लॉर्ड। आमीन, चेहरे में ग्लो आने के लिए आंटी थाली बजा रहे हैं। മുഖത്ത് ശോഭ വരാൻ ആന്റി കൈയടിക്കുക. आमीन, वास्तव में वर्शिप आराधना को हम गलत तरीके से सोच कर रखे हैं। നമ്മളെല്ലാവരും ആരാധനയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമായി നടക്കുക. आमीन, ये ग्लो थेरापी या क्लैपिंग थेरापी नहीं है, बल्कि परमेश्वर के सम्मुख हमें एक जीवित बलिदान के द्वारा अर्पण करने वाला अनुभव है आराधना। ഇത് തിളക്കമുണ്ടാക്കുന്ന മരുന്നല്ല, അല്ലെങ്കിൽ കയ്യടിയുടെ ചികിത്സയല്ല. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നതിലെ സന്തോഷമാണ് കൈയടിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. हालेलुया। दिल से हम जब परमेश्वर की आराधना करते हैं, परमेश्वर का वचन कहता है पूरे दिल से, पूरे मन से, पूरे शक्ति से परमेश्वर की आराधना करना जरूरी है। ആരാധനയെ കുറിച്ച് ദൈവവചനം പറയുന്നു, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കണം. हालेलुया। और उल्पत्ति की किताब में 2 लोगों ने आराधना करने के लिए आया करके हम वहां पर पढ़ते हैं। ഉൽപ്പത്തി പുസ്തകത്തിലാണ് രണ്ടുപേരും യാഗമർപ്പിക്കാൻ വന്ന വിഷയത്തെ നമ്മൾ വായിക്കുന്നത്. लेकिन सच में आमीन आराधना, हालेलुया, उल्पत्ति किताब 22 अध्याय उसके 5वें आयत में आमीन वास्तव में आराधना क्या है हम वहां पर देख पाएंगे। എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾക്ക് ഒരു വാസ്തവമായ യാഥാർത്ഥ്യമുള്ള ആരാധനയെ കാണാൻ കഴിയും. आमीन, पढ़ेंगे उल्पत्ति की किताब उसके 22वें अध्याय उसके 5वें आयत की ओर जल्दी से हमारे ध्यान हम लेकर आएंगे। ഉൽപ്പത്തി 22:5 അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. आमीन, यहाँ पर आमीन अब्राहम अपने जो आमीन साथ में आए हुए लोगों से कहते हैं कि यहाँ पर तुम ठहरो, मैं और बालक जाकर परमेश्वर की आराधना करके हम वापस आएंगे। അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. सच में अब्राहम जब आराधना करने के लिए जा रहा है, एंड कुछ दिन पहले से ही उन्होंने पूरा तैयारी करके परमेश्वर की आराधना करने के लिए वे वहां पर गए हैं। വാസ്തവത്തിൽ അബ്രഹാമിന്റെ ആരാധനയ്ക്ക് പോകാനുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അന്നുണ്ടായതല്ല, വളരെ ദിവസങ്ങൾ കൊണ്ടുള്ള തന്റെ ഒരുക്കമാണ്. उन्होंने जो लकड़ी है उसे सही प्रकार तैयार किया ताकि वेदी में रखकर हालेलुया परमेश्वर की बलि परमेश्वर की आराधना कर पाए। उसके लिए पहले से ही उन्होंने पूरा तैयारियां करके उस लकड़ी अपने कंधों पर उठाकर इस पहाड़ पर वे चढ़ रहे हैं। അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് അനേക ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നന്നായി തയ്യാറാക്കി യാഗപീഠത്തിന് ഉള്ള വിറകുകൾ എല്ലാം ഒരുക്കി ആ മകന്റെ അവിടെ ചുമലിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് അവർ പോകുന്നത്. हालेलुया। मैं और बालक जाकर परमेश्वर की आराधना करके हम वापस आएंगे। ഞാനും ബാലനും പോയി ആമേൻ യഹോവയെ ആരാധിച്ചിട്ട് വരാം. वहां से कुछ पाने के लिए नहीं बल्कि परमेश्वर को देने के लिए वे जा रहे हैं। അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുവാനോ ആമേൻ പ്രാപിക്കുവാനോ പോകുകയല്ല, ദൈവത്തിന് കൊടുക്കാൻ പോകുകയാണ്. वास्तव में यहाँ से पूरा तैयारी करके अब्राहम जा रहे हैं वहां जाकर ताकि परमेश्वर को वे दे पाए। ഇവിടെ നിന്ന് ഒരുക്കമുള്ളവനായി അബ്രഹാം പോവുകയാണ് അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ. हालेलुया। परमेश्वर को देने के लिए वो जा रहे हैं। ദൈവത്തിന് ആരാധന കഴിപ്പാൻ കൊടുപ്പാൻ അവൻ പോവുകയാണ്. हम सच में आराधना के लिए कैसे जाते हैं? നമ്മൾ എങ്ങനെ ആരാധനയ്ക്ക് പോകുന്നത്? कुछ मिलेगा सोचकर हम जाते हैं। എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിച്ചോ? अरे इस संडे को हम जाएंगे, यदि प्रार्थना करेंगे तो जरूर प्रमोशन मिलेगा। प्रमोशन मिलने के लिए आराधना करने के लिए जाते हैं। ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയാൽ എനിക്ക് ജോലിയിൽ കയറ്റം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് ആരാധനയ്ക്ക് പോവുകയാണ്. छुटकारा मिलेगा इसके लिए हम जाएंगे। സൗഖ്യം കിട്ടാനായിട്ട് നമ്മൾ പോവുകയാണ്. हालेलुया। अच्छा पैसा मिलेगा उसके लिए परमेश्वर रास्ता खोलेगा, नहीं तो विदेश में जाने के लिए परमेश्वर रास्ता खोलेगा। खोलने के लिए हम परमेश्वर की आराधना करने के लिए जा रहे हैं।
നല്ല പണം കയ്യിൽ കിട്ടുമെന്ന് ചിന്തിച്ചോ, വിദേശ രാജ്യത്തിൽ പോകാനുള്ള വഴി തുറക്കപ്പെടുമെന്ന് ചിന്തിച്ചോ, എന്തെങ്കിലും കിട്ടാനുള്ള ആരാധനയാണോ നമ്മൾ ചെയ്യുന്നത്? लेकिन अब्राहम कुछ मिलने के लिए नहीं, बल्कि जो है उसे परमेश्वर को देने के लिए अब्राहम आराधना करने के लिए जा रहा है। എന്നാൽ അബ്രഹാം ആരാധന കഴിപ്പാനായി പോകുന്നത് അവൻ എന്തെങ്കിലും കൂടെ കിട്ടുമെന്നുള്ള ഒരു ചിന്തയോടെയുമല്ല. ആമേൻ. അബ്രഹാമിന് ഉള്ളതും കൂടെ ദൈവത്തിന് അർപ്പിക്കുവാൻ അബ്രഹാം ആരാധന കഴിപ്പാൻ പോയത്. और आजकल के भविष्यवक्ताओं ने तो हमें बड़ा लालच बना दिया है, आराधना करो, मिलेगा, क्या मिलेगा? अरे हमें देने के लिए तो परमेश्वर ने हमें बुलाया है। ഇന്നത്തെ കാലത്തെ പ്രവാചകന്മാരും ജനത്തെ അവൻ അത്യാഗ്രഹികളാക്കി മാറ്റിയിരിക്കുക. നിങ്ങൾ ശരിക്കും ആരാധിക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലിടുക. പക്ഷെ കിട്ടുന്നതല്ല ആരാധന, ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധന. मैं एक फ्लाइट का पंख देख रहा हूं करके भविष्यवक्ता कहता है, ഞാനൊരു വിമാനത്തിന്റെ ചിറക് കാണുന്നെന്ന് അവർ പറയും. लेकिन आजकल प्रेस रोड फ्लाइट का पंख देखने के लिए लोग डर रहे हैं। ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആമേൻ വിമാനത്തിന്റെ ചിറക് പോലും കാണുന്നത് ഭയമാണ്. एयर इंडिया का फ्लाइट जिस दिन से गिरा है उस दिन से फ्लाइट में जाने के लिए लोग डर रहे हैं। എയർ ഇന്ത്യയുടെ അപകടം ഉണ്ടായതിനു ശേഷം ആളുകൾക്ക് ഫ്ലൈറ്റിൽ പോകാൻ പേടിയാണ്. प्रेस रोड पिछले दिन हमारे चर्च से कुछ लोग यात्रा कर रहे थे। मेरे से कहा, पास्टर जी आप उपवास लेके मेरे लिए प्रार्थना करो, अंदर घबराहट हो रहा है। കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയിൽ നിന്ന് പലരും വിദേശ യാത്രയ്ക്ക് പോയിരിക്കുന്നു. അവരിൽ പലരും പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര ഭയമാ, ഉപവസിച്ച് ഞങ്ങളുടെ യാത്രയോർത്ത് പ്രാർത്ഥിക്കണം. पहले तो ऐसे ही चले जाते, जैसे मार्केट में जाते थे वैसे चले जाते, लेकिन आजकल उनके अंदर डर है कि वहां पर पहुंचेगा या नहीं। പണ്ടൊക്കെ വെറുതെ ചന്തയ്ക്ക് പോകുന്നത് പോലെ പോകുമായിരുന്നു വിദേശത്ത്. എന്നാൽ ഇപ്പോൾ ഭയം, അങ്ങ് ചെല്ലുമോ ഇല്ലയോ എന്ന്. हाल ही में एक अचायन से जब बात किया तो उन्होंने कहा कि पास्टर मैंने तो मन तैयार कर दिया है, यदि ऊपर नहीं तो नीचे, कहीं ना कहीं तो हम जाएंगे, लेकिन जाना पड़ रहा है। ഒരച്ചാൻ കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് പോകുക. താൻ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ ഒന്നുകിൽ മേളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, രണ്ടിലൊന്ന് ഉറപ്പാ ആമേൻ എന്ന് പറഞ്ഞ് താൻ പോകുവാനിടയായി. हालेलुया। भविष्यवक्ताएं हमारे मन को भी मैनिपुलेट कर देते हैं और इसके लिए हम कुछ पाने के लिए जाते हैं, बल्कि परमेश्वर को देने के लिए नहीं जा रहे हैं। ഇന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിനെ പ്രവാചകന്മാർ പോലെയുള്ളവർ ആമേൻ ആകെപ്പാടെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ആരാധന എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടുന്ന ഒരു ചിന്തയാ നമ്മൾക്ക് കർത്താവിന് കൊടുക്കുന്നത് ഇല്ല. यहाँ पर कैन का बलिदान पर परमेश्वर ने क्यों रिजेक्ट किया वो हम जानना बहुत जरूरी है। ഇവിടെ കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതെ ഇരുന്നത് എന്തെന്ന് നമ്മൾ അറിയണം. सच में मैं हर एक बार सोचता हूँ कि हमसे भी अच्छा आत्मिक व्यक्ति है कैन करके हम जानना जरूरी है। ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, നമ്മളെക്കാളും ആത്മികനായിരുന്നു കയീൻ എന്നുള്ളത്. क्योंकि उसने जब वेदी पर बलि चढ़ाया तब उसे पता चला कि परमेश्वर ने उसके बलिदान पर प्रसन्न नहीं हुआ है। കയീൻ യാഗം അർപ്പിച്ചതിന് ശേഷം അവന് വ്യക്തമായി തിരിച്ചറിവുണ്ടായി അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത്. वहां पर लिखा गया है कि हाबेल के वेदी पर, हाबेल के बलि पर परमेश्वर प्रसन्न हुआ और कैन के बलि पर परमेश्वर प्रसन्न नहीं हुआ करके कैन को समझ में आ रहा है। അവിടെ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ കയീന്റെ യാഗത്തിലും വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കയീന് മനസ്സിലായതും അവിടെ എഴുതിയിട്ടുണ്ട്. हालेलुया। हमें तो पता भी नहीं चल रहा है परमेश्वर प्रसन्न हो रहा है या नहीं। എന്നാൽ നമുക്കാർക്കും ഒരു തിരിച്ചറിവുമില്ല നമ്മൾ അർപ്പിച്ച യാഗത്തിലും ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ. हम जाकर अटेंडेंस डाल के आ जाते हैं। നമ്മൾ പോയി ഹാജർ വെച്ചിട്ട് വരികയാണ്. हालेलुया। चर्च गया था लेकिन आराधना में परमेश्वर ने स्वीकार किया, कुछ पता नहीं, गया ऐसे ही वापस आ गया। ചർച്ചിൽ പോയോ എന്ന് ചോദിച്ചാൽ പോയി. അവിടെ പോയി നിങ്ങൾ ആരാധനയിൽ ദൈവം പ്രസാദിച്ചോ ഇല്ലയോ അതൊന്നും ചോദിച്ചാൽ യാതൊരു ചിന്തയും. हम चढ़ाने वाले वेदी बलि पर परमेश्वर प्रसन्न होना बहुत जरूरी है। നമ്മൾ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കണം. हालेलुया। और प्रेज लॉर्ड, यहाँ पर उल्पत्ति की किताब 4 अध्याय, वहां पर कैन और हाबेल ने बलि चढ़ाए करके वो घटना वहां पर बताया गया है। 4-ാം അധ്യായത്തിൽ കയീനും ഹാബേലും യാഗം അർപ്പിച്ച ആ മുഴുവൻ സംഭവവും എഴുതിയിട്ടുണ്ട്. और तीसरी आयत को हम देखेंगे, 4 अध्याय के तीसरी आयत, 3-ാം വാക്യം. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. और ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. वहां पर सबसे पहला कैन ने परमेश्वर के सम्मुख आकर
बलि चढ़ाया करके हम देखते हैं। അവിടെ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം കയീനാണ് ആദ്യം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നത്. आपके बाइबल में ऐसे लिखा है എല്ലാവരുടെയും ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? या आपके बाइबल में हाबेल ने पहला बलि चढ़ाया करके लिखा है? അതോ ഹാബേലാണോ ആദ്യം കൊണ്ടുവന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്? सबसे पहले किसने आराधना किया? ആദ്യം ആരാ കൊണ്ടുവന്നത്? आई मीन कईन परमेश्वर के सम्मुख आकर बलि चढ़ाया, परमेश्वर की आराधना कर रहा അവിടെ है। കയീനാണ് ആദ്യമേ യഹോവയ്ക്ക് അവന്റെ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുവന്നത്. और कईन जो कर रहा है देखकर हाबेल भी आकर वैसा ही करने के लिए तैयार हो रहा है। കയീൻ കൊണ്ടുവന്നതും ചെയ്യുന്നതും കണ്ടിട്ടാണ് ഹാബേലും ആ അതേ കാര്യത്തെ ചെയ്യുന്നത്. उसका मतलब कईन एक आई मीन अविश्वासी नहीं है, बल्कि वो एक विश्वासी है। കയീനെ കുറിച്ച് അങ്ങനെയെങ്കിൽ അവനൊരു അവിശ്വാസി ആയിരുന്നില്ല, അവനും ഒരു വിശ്വാസി തന്നെയായിരുന്നു. अचाचन जो करता है वो अगला पीढ़ी देख रहा है। അച്ചാച്ചൻ എന്താ ചെയ്യുന്നെന്നുള്ളത് അടുത്ത തലമുറ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. हालेलुया। अचाचन जैसा करेगा वैसा ही अगला पीढ़ी करेगा। വലിയ അച്ചാച്ചൻ ചെയ്യുന്നത് തന്നെ കൊച്ചച്ചാച്ചനും ചെയ്യും. हालेलुया। बड़े भैया जैसे करते हैं वैसा ही छोटा भाई भी आई मीन देखकर वो कर रहा है। മൂത്ത സഹോദരൻ ചെയ്യുന്നതിനെ ഇളയ സഹോദരൻ അനുകരിക്കും. हालेलुया। लेकिन बड़े भाई करने के लिए तैयार नहीं है तो छोटे भाई थोड़ी ना परमेश्वर के मार्ग में आएंगे। എന്നാൽ വലിയ സഹോദരൻ അത് ചെയ്യുവാനോ ദൈവത്തിന് വേണ്ടി നിൽപ്പാനോ മനസ്സില്ലെങ്കിൽ ഇളയവർ എങ്ങനെ അനുസരിക്കും? हमें देखकर लोग मसीह में आना जरूरी है। നമ്മളെ കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് വരണം. हमारा मसीह स्वभाव देखकर लोग मसीह के प्रेम की ओर आकर्षित होना बहुत जरूरी है। നമ്മിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടണം. लेकिन प्रेज़ लॉर्ड, एक बार मेरी कोवर नाम का एक परमेश्वर की दासी जब प्रचार कर रहे थे, उन्होंने इस प्रकार की घटना कहा। ഒരിക്കൽ മേരി കോവൂർ എന്ന കർത്താവിന്റെ ദാസി തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു സംഭവ കഥ പറഞ്ഞു. आई मीन मसीह लोग आजकल हेड नर्स बन गए हैं। ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു നഴ്സിന്റെ ഇൻചാർജായി മാറിയിരിക്കുക. हालेलुया। प्रेज़ लॉर्ड, नर्सेस क्या करते हैं? നഴ്സ് എന്താ ചെയ്യുന്നത്? आई मीन नर्सेस इंजेक्शन देते हैं, मेडिसिन देते हैं, सब कुछ सही प्रकार है या नहीं वो देखते हैं। സ്റ്റാഫ് നഴ്സസ് എന്താ ചെയ്യുന്നത്? അവർ ഇഞ്ചക്ഷൻ കൊടുക്കും, പേഷ്യൻസിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. सालों साल तक वे इंजेक्शन देते हैं, അനേകം വർഷങ്ങളായി അവർ എല്ലാവർക്കും ഇഞ്ചക്ഷൻസ് കൊടുക്കും. लेकिन जैसे ही वे प्रमोट हो गया हेड नर्स की ओर, फिर वो कभी इंजेक्शन नहीं देते हैं। എന്നാൽ അവർക്കൊരു ജോലി കയറ്റം ലഭിച്ച് അവർ ഹെഡ് നഴ്സ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇഞ്ചക്ഷൻ കൊടുക്കത്തില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? हालेलुया। एक बार उनका प्रमोशन हो गया, फिर वो कभी इंजेक्शन नहीं देते हैं। അവർക്ക് ഒരിക്കലെങ്കിലും പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ അവർ ഇഞ്ചക്ഷൻ കൊടുക്കാനൊന്നും പോകത്തില്ല. फिर उनका जॉब ये है कि वो देखते हैं कि जो इंजेक्शन दे रहे हैं वो सही से दे रहा है या नहीं। പിന്നെ അവരുടെ ജോലി എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സ്റ്റാഫ് നഴ്സസ് കൊടുക്കുന്നത് ശരിയാകുന്നോ ഇല്ലയോ എന്ന് നോക്കുക. आप सही जगह पर इंजेक्शन दे रहे हैं, सही मात्रा में इंजेक्शन दे रहे हैं, कैसा दे रहा है वो निगरानी कर रहे हैं, बल्कि वो इंजेक्शन नहीं देंगे। ആ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ശരിയായ സ്ഥലത്താണോ ശരിക്കുള്ള ഡോസ് ആണോ കൊടുക്കുന്നത്, നന്നായി കൊടുത്തോ എന്നിങ്ങനെ നോക്കി നിരീക്ഷിക്കുന്ന ഹെഡ് നഴ്സ്. हालेलुया। आज के मसीह लोग भी ऐसा ही हैं। ഇന്നത്തെ വിശ്വാസികളും ഇത് തന്നെ. हम जब मसीह में आए थे इतना जागृति था, इतना हमारे अंदर परमेश्वर की ओर का प्रेम था, थाली बजाकर हृदय खोलकर हम परमेश्वर की आराधना हम करते थे। നാം വിശ്വാസത്തിൽ വന്ന സമയത്ത് ക്രിസ്തുവിനെ അറിഞ്ഞ സമയത്ത് ഉത്സാഹമുള്ളവരായി ഉന്മേഷമുള്ളവരായി കൈയടിച്ച് ഉച്ചത്തിൽ ആരാധിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. मेरे पापा ने कहा है कि जब पापा पवित्र आत्मा को पाया तो डबल मुंड था वो भी फट गया था। പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ച സമയത്ത് ഡബിൾ മുണ്ടായിരുന്നു, അതുവരെ കീറിപ്പോയ അനുഭവം അന്നുണ്ടായി. फिर भी उन्हें पता नहीं चला, उतना था परमेश्वर के आई मीन आराधना का सामर्थ्य, परमेश्वर के लिए करने वाला वो अनुभव उतना श्रेष्ठ रहा है। ഞാൻ പറയുകയായിരുന്നു, അന്ന് കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച സമയത്ത് സാഹചര്യങ്ങൾ അറിയാതെ ആമേൻ അത്ര ശക്തമായി ദൈവത്തെ ആരാധിച്ച അനുഭവം പറഞ്ഞിട്ടുണ്ട്. हमारे यहाँ के कलीसिया में भी लोग कहते हुए सुना है कि वो अचानक एक बार प्रार्थना करेंगे तो पूरा माहौल बदल जाता था, उतना अभिषेक के साथ वे प्रार्थना करते थे। ഇവിടെ സഭയിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നെ അച്ചായൻ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ അന്തരീക്ഷം മാറുന്ന ഒരു സമയമുണ്ടായിരുന്നു. आमीन। वो आंटी जब प्रार्थना करते थे, आमीन, पूरे लोग रोते हुए परमेश्वर की आराधना करना शुरू करते थे। പിന്നെ ആന്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പറയുമ്പോൾ സഭ മുഴുവനും കരഞ്ഞ് ദൈവസന്നിധി വിലപിച്ച സമയങ്ങളുണ്ടായിരുന്നു. लेकिन आज वो आंटी को और अंकल को प्रार्थना भी नहीं है। हालेलुया। वो ऐसा देखते रहते हैं कि कौन कैसा प्रार्थना कर रहा है, कैसा ताली बजा रहा है, आमीन, सही से वो आराधना कर रहे हैं, निगरानी कर रहे हैं, बल्कि उनका आराधना पूरा खत्म हो गया है। എന്നാൽ ഈ അങ്കിളിന്റെയും ആന്റിയുടെയും എല്ലാം പ്രാർത്ഥനയും പോയി. ഇപ്പോൾ യാതൊരു അനുഭവങ്ങളുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് നിരീക്ഷണമാണ്. ആര് കൈയടിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് ശരിയാകുന്നുവോ, നോട്ടവും നിരീക്ഷണവും മാത്രമേ यदि ഉള്ളൂ. किसी ने अन्य भाषा बोल दिया तो ऐसा घूर कर देखता है जैसा उन्होंने मर्डर करके आया है। ആരെങ്കിലും ഉച്ചത്തിലൊന്ന് അന്യഭാഷയിൽ ആരാധിച്ചാൽ അവരെ അങ്ങനെ കണ്ണുരുട്ടി നോക്കും, എന്തോ കുലപാതകം ചെയ്തിട്ട് വന്നതുപോലെ. हालेलुया। हेड नर्स बन गया है, अब आराधना नहीं हो पाएगा। अब निगरानी कर रहे हैं कि क्या सब कुछ ठीक चल रहा है, लोग समय पर आ रहे हैं, आमीन, एसी ठीक से चल रहा है, देखने के लिए आए हैं। आराधना खत्म हो गया है। ഇന്ന് ആരാധന നഷ്ടപ്പെട്ടു പോയിരിക്കുക. ആരാധനയും ആത്മീയ അനുഭവങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ വന്ന് എല്ലാവരും ഹെഡ് നേഴ്സ് പോലെ കൈയും കെട്ടി നോക്കിയിരിക്കുക, നിരീക്ഷിക്കുക. ആളുകൾ എപ്പോഴാ വന്നത്, സമയത്ത് വന്നോ, പ്രാർത്ഥിച്ചത് ആരാ, ആമേൻ, പാടിയത് ശരിയായോ, നോട്ടം മാത്രമേ ഉള്ളൂ. हालेलुया। सुपरवाइजिंग का काम अभी हमने ले लिया है। परमेश्वर की आराधना अब हमसे नहीं हो पा रहे हैं। നോക്കി നടത്തലും നിരീക്ഷണവുമായി ആരാധന മാറിയിരിക്കുക. വാസ്തവത്തിലുള്ള ആരാധന നമ്മിൽ നിന്ന് ആമേൻ ഉയരുന്നില്ല. अरे आपको कौन सुपरवाइजर बनाया है? നമ്മളെ ആരാ നിരീക്ഷകരാക്കിയത്? हालेलुया। परमेश्वर आराधना स्वीकार करने के लिए बैठे हुए हैं। ദൈവം ആരാധനയെ സ്വീകരിക്കുന്നു. अरे हमारे आराधना वास्तव में परमेश्वर प्रसन्न होना बहुत जरूरी है। നമ്മുടെ ആരാധനയിൽ വാസ്തവമായി ദൈവം പ്രസാദിക്കണ്ടായോ? हालेलुया। 6 दिन तक मेहनत करने के लिए, काम करने के लिए परमेश्वर ने अनुमति दिया, लेकिन कम से कम एक दिन तो परमेश्वर के लिए दे दे, लेकिन हमसे वो भी नहीं हो पाते हैं। 6 ദിവസം ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വേല ചെയ്യുവാൻ ദൈവം ആരോഗ്യം തന്നില്ലേ? ആമേൻ. 7ാമത്തെ ഒരു ദിവസം കർത്താവിന് വേണ്ടി വേർതിരിച്ച് അവനെ ആരാധിപ്പാൻ നമ്മൾ കഴിയുകയില്ല. कम से कम एक दिन परमेश्वर के सम्मुख आकर, खुदा हम तुझे धन्यवाद देते हैं, हमारा हाथ पैर चला, हमारे प्रेस लॉर्ड शरीर ठीक से काम कर रहा है, इसके लिए हम नौकरी के लिए जा पाए। परमेश्वर को एक बार धन्यवाद करना जरूरी है। കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഒരാഴ്ച മുഴുവൻ നീ സഹായിച്ചു. ഞങ്ങളുടെ കൈകാലുകളെ ദൈവം ബലപ്പെടുത്തി. ആമേൻ. ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ കഴിയുകയില്ലയോ? हालेलुया। प्रेज द लॉर्ड। हालेलुया। सोच कर देखिएगा, हम गाड़ी चलाने के लिए गाड़ी के अंदर बैठे, लेकिन पैर थोड़ा नम हो गया, एक्सीलेटर दे नहीं पा रहे, ब्रेक दे नहीं पा रहे हैं, क्या अवस्था हो सकता है? നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുക, വണ്ടി ഓടിക്കാൻ, എന്നാൽ കാലുകൾ മരവിച്ചു പോയാൽ, ആമേൻ, ആക്സിലേറ്റർ ബ്രേക്ക് ചവിട്ടുവാൻ കഴിയാതെ വേണം കാല് മരവിച്ചു പോയാലുള്ള അവസ്ഥ എന്തായിരുന്നു? कल रात को खाना खाया, यदि सही प्रकार वो डाइजेशन नहीं हुआ तो क्या हालत हो सकता है? ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച ആഹാരം ശരിയായ പ്രകാരത്തിൽ ദഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ എന്തായിരുന്നു അവസ്ഥ? आज सुबह उठा लेकिन हाथ पैर काम कर रहा है तो परमेश्वर को धन्यवाद करना जरूरी है। രാവിലെ സുഖമായി എഴുന്നേറ്റു കൈകാലുകൾ രണ്ടും ചലിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി കരേറ്റുണ്ടായി. कितने लोग रात को सोया लेकिन सुबह स्ट्रोक हो गया, उठ ही नहीं पाया, पैरालाइज हो गया, लेकिन परमेश्वर ने और एक दिन हमारे जिंदगी में जब दान दिया है, हम उसको धन्यवाद करना जरूरी है। അനേകർ ഇന്നലെ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ തളർന്നുപോയി, കൈകാലുകൾ അനക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. സ്ട്രോക്ക് വന്ന് കിടപ്പിലായപ്പോൾ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ, ബലപ്പെടുത്തിയില്ലേ, ഒരു ദിവസം കൂടെ തന്നില്ലേ? ദൈവത്തിന് നന്ദി പറയണ്ടായോ? हालेलुया। नौकरी के लिए जाने के लिए परमेश्वर ने सामर्थ्य दिया। हालेलुया। वो हमारा काबिलियत नहीं है, परमेश्वर की दया के कारण हुआ है। एक दिन तो कम से कम परमेश्वर को धन्यवाद करने के लिए हम समय बिताना बहुत जरूरी है। ജോലിക്ക് പോകാൻ ദൈവം ആരോഗ്യം തന്നതുകൊണ്ട് നമ്മൾക്ക് പോകുവാൻ കഴിഞ്ഞു. നമ്മുടെ കഴിവിന്റെ ശ്രേഷ്ഠതയല്ല, അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. लेकिन आजकल हमें आराधना एक बोरिंग बन गया है, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാധന ഒരു ഉദാസീനതയായി, ബോറിംഗ് ആയി തോന്നുകയാ പലർക്കും. क्योंकि हम तो परमेश्वर को देने के लिए नहीं, कुछ मिलेगा तो लेकर जाने के लिए आए हैं। നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ള മനോഭാവത്തിലല്ല വന്നിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ എടുത്തോണ്ട് പോകുവാൻ, കിട്ടിക്കൊണ്ടു പോകുവാൻ और വന്നിരിക്കുന്നു. आराधना के बाद में जब लौट कर जाते हैं, आराधना के बारे में कमेंट मारकर वापस घर के ओर वे
जा रहे हैं. ആരാധനയ്ക്ക് ശേഷം ഭവനത്തിലേക്കുള്ള യാത്രയിൽ ആരാധനയെ കുറിച്ചുള്ള കമന്റുകൾ പറഞ്ഞുകൊണ്ട് മടങ്ങി ഭവനത്തിൽ പോകുന്നത്. हालेलुया, प्रेज लॉर्ड. एक बार एक ग्रैंडफादर कार के अंदर बैठकर पास्टर के बारे में बुराई कह रहा है. ഒരിക്കൽ ഇവിടെ മടങ്ങി ഭവനത്തിലേക്ക് പോകുന്ന ഒരു പിതാവ് വാഹനത്തിലിരുന്ന് ദേവദാസനെ കുറിച്ച് മോശമായി സംസാരിച്ചുകൊണ്ട് വാഹനത്തിനകത്തിരിക്കുക. बाप बेटा दोनों प्रेज लॉर्ड चर्च में आराधना में हुआ. प्रेज लॉर्ड हर एक बातों के बारे में एक नेगेटिव कमेंट बोलते हुए आपस में चर्चा करके जा रहा है. അപ്പനും വല്യപ്പനും കൂടെ സഭയിൽ നടന്ന ചില വിഷയങ്ങളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഭവനത്തിലേക്ക് പോവുകയാണ്. प्रेज लॉर्ड जाते जाते काफी समय से उनका ग्रैंड चाइल्ड जो पोता है वो इस पूरे घटना को सुन रहा है कार के अंदर. ഇങ്ങനെ കുറെ സമയമായി പോകുന്ന വഴിയിൽ ഇവരുടെ കൊച്ചുമകനും വണ്ടിക്കകത്തുണ്ട്. അവൻ ഇതിങ്ങനെ നേരം കൊണ്ട് കേൾക്കുകയാണ്. हालेलुया. उन्होंने कहा कि आफ्टर ऑल ग्रैंडपा प्रेज लॉर्ड 10 रुपए में तो हमने बहुत बढ़िया सर्कस देकर आ गए. അവൻ ഇങ്ങനെ പറയുക, അവസാനമായി അപ്പച്ച ഞാനൊരു കാര്യം പറയട്ടെ, 10 രൂപയ്ക്ക് ഏതായാലും നമ്മൾ പോയി നല്ലൊരു സർക്കസ് കണ്ടിട്ട് വന്നു. आमीन. समझ में आ गया है? നിങ്ങൾക്ക് മനസ്സിലായോ? हालेलुया. 10 रुपए में तो हमने जो देखा वो सबसे बढ़िया सर्कस था. 10 രൂപയ്ക്ക് നമ്മൾ കണ്ടത് നല്ലൊരു സർക്കസാ. हालेलुया. क्योंकि ये पोता जानता है जो अपचन 1000 रुपए ऑफरिंग डाल सकता है, उन्होंने अभी भी 10 रुपए ही डाला है. അവൻ അറിയാം 1000 രൂപ സ്വോത്രകാഴ്ച ഇടാൻ പ്രാപ്തിയുള്ള അപ്പച്ചൻ ഇന്നും 10 രൂപയായിരുന്നു. और फिर 10 रुपए में आपने जो देखा है वो बहुत ज्यादा है. उतना भी देखने का आप लायक नहीं है. 10 രൂപയ്ക്ക് കണ്ടത് ഇത്രയും അധികം തന്നെയാ. ഇത്രയും കാണാനുള്ള ആവശ്യമേ ഉള്ളൂ. अलग छोटा जनरेशन ग्रैंडफादर को करेक्ट करना पड़ रहा है. കൊച്ചു മക്കളാ ഇപ്പോൾ വല്യപ്പന്മാരെ നേരായ വഴിയിൽ നടത്തുന്നത്. हालेलुया. सोच कर देखिएगा, आराधना को सर्कस एंटरटेनमेंट करके लोग देख रहे हैं. ആരാധനയെ ഇന്നത്തെ കാലത്തെ ഒരു അതിനെ ഒരു ആസ്വദിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. बल्कि परमेश्वर को एक बलि के द्वारा चढ़ाने के लिए हम तैयार होकर नहीं आए हुए हैं. എന്നാൽ ദൈവത്തിന് അർപ്പിക്കുന്ന യാഗവസ്തു ഒരുക്കിക്കൊണ്ടല്ല നമ്മൾ കടന്നു പോകുന്നത്. यशायाह की किताब 58 अध्याय उसके 13वें आयत की ओर हमारे ध्यान हम लेकर आएंगे. यशायाह 58 अध्याय उसके 13th आयत उसके 13वें आयत को हम जल्दी से देखेंगे. യശയ്യാ 58:13 നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും. आमीन. शब्द के दिन को एक खुशी का दिन और परमेश्वर को आदर करने वाला दिन करके यदि आप नहीं कहेंगे करके वहां पर बताया गया നിന്റെ है. വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. हालेलुया. परमेश्वर को आराधना करने वाला समय हालेलुया व्यर्थ बातों में वेस्ट करने के लिए नहीं, बल्कि परमेश्वर को जो आराधना देना है उसी प्रकार हम उसके लिए अलग करना बहुत जरूरी है. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസത്തിൽ വ്യർത്ഥ കാര്യങ്ങളിൽ ഇടപെട്ട് വ്യർത്ഥ സംസാരങ്ങളിൽ നേരം പോക്കാതെ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. Honor that day. हालेलुया. उस दिन को हम आदर करना है क्योंकि परमेश्वर ने हमारे जिंदगी में और एक दिन दान दिया है. വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് എണ്ണിക്കൊണ്ട് ദൈവം തന്ന ആരാധന ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം. व्यर्थ बातों में हम बोलने के लिए भी तैयार ना होने. വ്യർത്ഥ സംസാരത്തിൽ നമ്മൾ നേരം പോക്കരുത്. हालेलुया. प्रेज लॉर्ड. हालेलुया. व्यर्थ बातों को बोलकर परमेश्वर की आराधना करने के लिए हम कभी भी नहीं जाए. വ്യർത്ഥമായ കാര്യങ്ങൾ അനാവശ്യമായ സംസാരങ്ങൾ നടത്തിയതിനു ശേഷം ചർച്ചിൽ പോകരുത്. हालेलुया. एक बार डी मोहन नाम का एक परमेश्वर के दास है. ഒരിക്കൽ ഡി മോഹൻ ഇങ്ങനെ പറയുവാനിടയായി. एजी का बहुत बड़ा एक मुख्य एक परमेश्वर के दास है. एजी സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. वो एक बार एक पास्टर्स कॉन्फ्रेंस में लॉर्ड जब बातों को कह रहे थे तब मजाक में एक बात को उन्होंने कहा. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ താൻ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ തമാശയായി പറഞ്ഞു. हालेलुया. उन्होंने कहा कि मैं पूरा कोशिश करता हूं कि शनिवार सुबह से मेरा पत्नी से भी बहुत कम बातें मैं करूं.
താൻ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമകരമായി ചെയ്യുന്ന ഒരു കാര്യമായി ശനിയാഴ്ച രാവിലെ മുതൽ എന്റെ ഭാര്യയോട് പോലും ഞാൻ സംസാരിക്കാതിരിക്കാൻ നോക്കും. I mean, from Saturday morning onwards, बहुत कम मैं बात करने का कोशिश करता हूँ. ശനിയാഴ്ച രാവിലെ മുതൽ എന്റെ സംസാരം ഞാൻ വളരെ കുറയ്ക്കും. क्योंकि बातों में यदि कोई आर्ग्यूमेंट हो गया तो कल मैं वेदी में खड़े होकर कभी भी मैं बलि चढ़ा नहीं पाऊंगा. ഈ സംസാരത്തിനിടയിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ പിന്നെ എനിക്ക് നാളെ ദൈവസന്നിധിയിൽ ശരിയായി പോയി ആരാധിക്കാനും ശുശ്രൂഷിപ്പാനും കഴിയുകയില്ല. पत्नी ने एक बोल दिया, पति ने दो बोल दिया, हालेलुया, गड़बड़ हो जाएगा और फिर कल आराधना के लिए मैं जाकर खड़े रह नहीं पाऊंगा. ഭാര്യ ഒന്ന് പറഞ്ഞു, ഭർത്താവ് രണ്ട് പറഞ്ഞു, പറഞ്ഞു നാളെ ഞാൻ ആരാധനയ്ക്ക് ആമേൻ വിശുദ്ധിയോടെ നിൽപ്പാൻ കഴിയുകയില്ല. हमें प्रेसोड यहाँ तो संडे सुबह भी लोग लड़ाई करके जाते हैं. ഇന്നത്തെ കാലത്ത് ഞായറാഴ്ച രാവിലെയും കൂടെ നല്ല തല്ലും വഴക്കും ഉണ്ടാക്കിയിട്ട് ആരാധനയ്ക്ക് പോകുന്നത്. जो भी बोलना है मुंह पे बोलकर आराधना के लिए जाते हैं और ग्लोरी ग्लोरी हम बोलने के लिए कोई डर नहीं रहता है. പറയാനുള്ളതും വായി തോന്നിയതും മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് ആരാധനയ്ക്ക് ചെന്ന് നിന്ന് മഹത്വം മഹത്വം എന്ന് പറഞ്ഞ് രണ്ടു കൈയും പൊക്കി നിൽക്കുക. परमेश्वर वो ग्लोरी को स्वीकार नहीं करेंगे. ദൈവം ആ മഹത്വത്തെ ഒന്നും സ്വീകരിക്കില്ല. ये मैं नहीं बोल रहा हूँ, यशायाह भविष्यवक्ता कह रहा है. ഞാൻ പറയുന്ന കാര്യമല്ല, യെശയ്യാ പ്രവാചകൻ പറയുന്ന വിഷയമാണ്. व्यर्थ बातों को बोलने के लिए हमारे जबान हम यूज ना करें. വ്യർത്ഥ സംസാരങ്ങളിൽ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കരുത്. हालेलुया, हम किसकी आराधना करने के लिए आए हुए നമ്മൾ हैं? ആരെയാ ആരാധിക്കുന്നത്? हालेलुया, आकाश और पृथ्वी का सृष्टि किया हुआ उस महान परमेश्वर की आराधना करने के लिए हम उसके चरणों में हम आए हुए हैं. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ സൃഷ്ടിതാവിനെ ആരാധിപ്പാൻ നമ്മൾ കടന്നു हम വന്നിരിക്കുക. क्या बोलते हैं बड़े ध्यान से नाप कर हम बोले, क्योंकि सारे बातों का हिसाब हम जरूर लगाना पड़ेगा. നാം പറയുന്ന വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിപ്പാൻ ഇടയായി തീരട്ടെ. അവൻ അളന്ന് കുറിച്ച് മാത്രം സംസാരിക്കുക. നാം പറയുന്ന ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട്. हालेलुया, प्रेज़ लॉर्ड. परमेश्वर जैसा आराधना स्वीकार करने के लिए खड़े हैं, वैसा शैतान भी देखना चाहते हैं कि हमने क्या करके वहां पर आकर आराधना करने के लिए खड़े हुए हैं. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ആരാധനയെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നാം എന്ത് ചെയ്തിട്ട് ആരാധനയ്ക്ക് വന്ന് നിൽക്കുന്നതെന്ന് നോക്കാൻ പിശാച് നോക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. हालेलुया. कुछ लोग कहते हैं कि आज का आराधना में उतना मजा नहीं आया क्योंकि जब थाली बजाए तो पसीना नहीं हुआ. ചിലര് പറയാറുണ്ട്, ഇന്ന് ആരാധനയ്ക്ക് ഒരു ഉത്സാഹമില്ലായിരുന്നു, കാരണം ആരാധിച്ചപ്പോൾ ഒന്ന് വിയർത്തു പോലുമില്ല. I mean, एसी बढ़ाकर डाला है तो कहां पर पसीना होने वाला है? AC ഇത്രയും തണുപ്പ് കൂട്ടിയിട്ടാൽ എങ്ങനെ വിയർക്കാൻ? हालेलुया, आपके पसीना होने में नहीं है आराधना अच्छा था करके हम कैलकुलेट करना चाहिए, बल्कि मैं लेकर आने वाला उस जीवित बलिदान परमेश्वर स्वीकार करना बहुत जरूरी है. നമ്മുടെ വിയർപ്പിന്റെ അളവിലല്ല ആരാധനയിൽ ദൈവം പ്രസാദിച്ചോ എന്നുള്ളതിലാണ്. ആമേൻ. വാസ്തവത്തിൽ നാം കൊണ്ടുവന്ന യാഗവസ്തുവിൽ ദൈവം പ്രസാദിച്ചോ എന്നുള്ളതാണ് വിഷയം. हालेलुया, प्रेज द लॉर्ड. I mean, गलत चैटिंग करके उस हाथों से थाली बजाएगा तो परमेश्वर उस आराधना को कैसा स्वीकार करेंगे? തെറ്റായ വിഷയങ്ങളിൽ ചാറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ട് വന്ന ആ കൈ കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? हालेलुया, ആമേൻ. हालेलुया. मैं जानता हूं कि बहुत कठिन है, लेकिन ये सच्चाई है. ഇത് അല്പം കാഠിന്യമേറിയ വിഷയമാണെന്ന് എനിക്കറിയാമെങ്കിലും സത്യമാ. हालेलुया. घर पे लड़ाई करके चर्च में आकर आराधना करेंगे तो थोड़ी ना परमेश्वर उस आराधना को स्वीकार कर पाएंगे. വീട്ടിൽ വഴക്കുമുണ്ടാക്കിയിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ വന്നാൽ ദൈവം ആരാധന अरे സ്വീകരിക്കുമോ? परमेश्वर महादयालु परमेश्वर, इसके लिए हमें अभी तक खत्म नहीं किया है. ഇന്ന് വരെ നമ്മൾ ജീവനോടിരിക്കുന്നത് ദൈവം ദയാലുവായതുകൊണ്ട് लेकिन മാത്രം. परमेश्वर अपनी आराधना के विषय में बहुत सीरियस है. എന്നാൽ ദൈവം ആരാധന വിഷയത്തിൽ വളരെ ആമൻ സീരിയസ് ആയി ചിന്തിക്കുന്നു. हालेलुया. हम उस बात को जानना जरूरी है. लेविया की पुस्तक उसके 10वें अध्याय में हम देखते हैं कि नाबाद और अबीहू जो आराधना करने के लिए वेदी में लेकर आया, उसमें हालेलुया एक अलग फायर उन्होंने लेकर आने का कोशिश किया. हालेलुया. लेकर आए वह बलि नहीं, लेकिन परमेश्वर जो बलि चढ़ाने के लिए आया उसे परमेश्वर ने जला दिया. ആമേൻ. അതിന്റെ വാസ്തവത്തിലുള്ള വിഷയം മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ആമേൻ അന്യമായ അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കത്തിച്ച വിഷയത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആമേൻ യാഗവസ്തുവിൽ തീ ഇറങ്ങിയില്ല, യാഗം കൊണ്ടുവന്ന്
അന്യമായ ആരാധന അർപ്പിച്ചവരിൽ അവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. Strange fire, वहां पर लिखा है हालेलुया, जो परमेश्वर के समूह आए हैं, परमेश्वर को भावता हुआ बलि चढ़ाना जरूरी है. ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള അഗ്നി അർപ്പിക്കണം. അവർ അന്യ അഗ്നി അവിടെ അർപ്പിക്കുവാൻ उन्होंने कहा कि हमने तो ये बहुत देख चुका है, इसके लिए हम आग निकालेंगे बोलकर आग निकालने का कोशिश किया. परमेश्वर ने उन्हें ही भस्म कर दिया. അവർ പറയുക, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ, എത്ര നാള് കൊണ്ട് തീയിറക്കിയതാ, ഞങ്ങളും ഒരു തീയിറക്കട്ടെ എന്ന് പറഞ്ഞ് അന്യ അഗ്നി കത്തിച്ചു അവർ തന്നെ ദഹിച്ചു പോകുവാനിടയായി. हम कहते हैं कि वो तो पुराने नियम में था, അത് നമ്മൾ പറയും പഴയ നിയമത്തിലെ കാര്യമല്ല. लेकिन नया नियम में जब हम आते हैं तो अननियास और सफीरा कुछ बातों को छुपाकर पवित्र आत्मा के पास आए, आराधना करने के लिए कलीसिया में आया, और जैसे ही आया पूछा, वहां पर ही उनका मृत्यु हो गया. എന്നാൽ പുതിയ നിയമത്തിൽ അനന്യാസും സഫീരയും ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഭവനത്തിലെ ചില മറവുകളെ വെച്ചിട്ട് അവർ ആലയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അടുക്ക വന്നു. ആമേൻ. കള്ളം പറഞ്ഞത് നിമിത്തം അവിടെ തന്നെ അവർ വീണ് പട്ടുപോകുവാനിടയായി. हालेलुया, प्रेज़ लॉर्ड. बहुत ही गंभीर है, परमेश्वर बहुत सीरियस है आराधना का विषय में. ദൈവം ആരാധന എന്ന വിഷയത്തിൽ വളരെ സീരിയസ് ആണ്. हालेलुया. हम क्या बोलते हैं, किस प्रकार मसीह जिंदगी बिताते हैं, बड़े ध्यान से जिंदगी नियंत्रण करना बहुत जरूरी है. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ വാക്കുകളും പ്രവർത്തികളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. उल्पत्ति किताब उसके 4 अध्याय उसके 7वीं आयत में बताए गए हैं. हम पढ़ेंगे उल्पत्ति की किताब 4 अध्याय उसके 7वें आयत. 4:7 നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. हालेलुया. यदि भलाई करे तो परमेश्वर प्रसन्न होगा. उसका मतलब काइन ने लेकर आया, लेकिन एक अच्छा हृदय के साथ वो लेकर नहीं आया. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുമായിരുന്നു എന്ന് പറയുമ്പോൾ കയ്യിന്റെ ഹൃദയത്തിൽ നന്മയില്ലായിരുന്നു, വിശുദ്ധിയിലായിരുന്നു എന്ന് നമ്മൾക്കറിയാം. वास्तव में लोग कहते हैं कि उन्होंने जमीन का फजल लेकर आया, इसके लिए परमेश्वर प्रसन्न नहीं हुआ. ചിലര് പറയാറുണ്ട്, അവൻ നിലത്തിലെ വഴിപാട് കൊണ്ടുവന്നത് കൊണ്ട് ആ ദൈവത്തിന് പ്രസാദമില്ലാതിരുന്നു. परमेश्वर को उसके साथ कुछ भी लेना देना नहीं है. ദൈവത്തിന് ആ കാര്യത്തിൽ യാതൊരു വിഷയവുമില്ല. परमेश्वर देखता है जो लेकर आया है उसका हृदय परमेश्वर की ओर कैसा है. ദൈവം നോക്കുന്നത് കൊണ്ടുവന്നവന്റെ ഹൃദയം എന്നോട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. It was never about the offering but about the offerer. जिसने परमेश्वर के सम्मुख वेदी चढ़ाने के लिए आया, उसके साथ का परमेश्वर का संबंध वो परमेश्वर देखना चाहता है. വഴിപാട് സംബന്ധിച്ച് ദൈവത്തിന് യാതൊരു വിഷയവുമില്ലായിരുന്നു. എന്നാൽ വഴിപാട് കൊണ്ടുവന്നവന്റെ ഹൃദയത്തിലാണ് ദൈവം നോക്കിയത്. അതാണ് തനിക്ക് പ്രസാദമാകാതിരുന്നത്. और फिर कईन से परमेश्वर कहता है कि पाप तेरा द्वार में तेरा इंतजार कर रहा है. കയ്യിനോട് പറയുക, പാപം നിന്റെ വാതിൽക്കൽ നിന്നെ നോക്കി കിടക്കുക. तू यहाँ पर आराधना करके ताली बजाकर अन्य भाषा बोलकर जाएंगे, जैसे ही वो डोर के वहां पर जाएगा, वो तुझे कब्जा करने के लिए वहां पर तेरा इंतजार कर रहा है. ഇവിടെ നീ അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിച്ച് വെളിയിലേക്ക് ചെല്ലുമ്പോൾ നിന്നെ കാത്തു കിടക്കുന്ന പാപ സ്വഭാവങ്ങൾ അവിടെ ഉണ്ട്. प्रेज़ लॉर्ड. हालेलुया. परमेश्वर कहता है वो तेरे ऊपर प्रभुता करने ना पाए, बल्कि तू उसके ऊपर जय पाना बहुत जरूरी है. ദൈവം പറയുക, നീ അതിനെ കീഴടക്കണം, അത് നിന്നെ ജയിക്കരുത്. हालेलुया. यदि परमेश्वर ने कहा है कि आप उसके ऊपर जीतना है, तो उसका मतलब परमेश्वर ने आपको उसका एबिलिटी दिया है उसके ऊपर जय पाने के लिए. നീ അതിനെ കീഴടക്കണം എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അത് നമ്മൾക്ക് കീഴടക്കുവാൻ പ്രാപ്തി തന്നിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. हालेलुया. आजकल हम चर्च में देखते हैं लोग फोन लेकर, हालेलुया, इसके बीच में शेयर मार्केट भी देखते हैं, रियल एस्टेट का बिजनेस भी करते हैं. चर्च में बैठकर कर रहा है. कहां पर बैठा है आप भूल गए हैं. हालेलुया. प्रेज़ लॉर्ड. परमेश्वर महिमा से भरा हुआ परमेश्वर, उसके नजरों में हम क्या छुपा सकते हैं. ഇന്നത്തെ കാലഘട്ടം വന്നെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആരാധനയിൽ ഇരുന്ന്
ആമേൻ എവിടെയാ ഇരിക്കുന്നതെന്ന് മറന്ന് സ്വന്തം മൊബൈൽ എടുത്ത് ആമേൻ ഷെയർ മാർക്കറ്റുകളും ട്രേഡ് മാർക്കറ്റുകളും ഒക്കെ ആമേൻ മൊബൈലിനകത്ത് നോക്കിക്കൊണ്ട് ചർച്ചിനകത്തിരിക്കുക. हालेलुया। हम पहले एक चर्च में जहां पर हम थे वहां पर मैं एक संडे को प्रभु भोज लेकर मैं जब जा रहा हूं लोगों के पास, जब अभी तब मैं देख रहा हूं कि एक भाई ने यहाँ पर फोन रखा हुआ है. ഒരിക്കൽ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ഒരു സഭയിൽ ആമേൻ കർത്തൃമേശ എടുത്തുകൊണ്ട് കർത്തൃമേശയുടെ പാത്രവുമായി ചെല്ലുമ്പോൾ ഒരു സഹോദരന്റെ മൊബൈൽ തന്റെ പോക്കറ്റിൽ ഇരിക്കുക. I mean, रोटी उसके पास आया तभी भी वो फोन लेकर ऐसा देख रहा है और प्रेस वो जल्दी से पॉकेट में रख के रोटी ले रहा है. താൻ തന്റെ അടുത്ത് കർത്തൃമേശയുടെ റൊട്ടിയുടെ പാത്രം എത്തിയപ്പോൾ താൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തൊന്ന് നോക്കിയിട്ട് മൊബൈൽ തിരിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് താൻ അപ്പം എടുത്തു. सब मीटिंग खत्म होने के बाद मैंने पूछा कि क्या हो गया भैया, आप इतना बिजी क्या थे? हमें जब रोटी आपके पास है तभी भी आपको, तब बोल रहा है कि मैं शेयर मार्केट में कुछ डाला है, मैं देख रहा था कि वो प्रॉफिट में आया है या लॉस में जा रहा है. താൻ ആരാധനയ്ക്ക് ശേഷം ഞാൻ തന്നോട് ചോദിച്ചു, ഇത്രയ്ക്കും അത്യാവശ്യമായിട്ട് സഹോദര നിങ്ങൾ എന്താ ഈ മൊബൈലിനകത്ത് കർത്തൃമേശയുടെ സമയത്ത് പോലെ നോക്കുന്നത്? താൻ പറയുക, ഞാൻ ഷെയർ മാർക്കറ്റിൽ അല്പം ഇട്ടിട്ടുണ്ട്, അതിന് ലാഭം വന്നോ ഇല്ലയോ എന്ന് ഞാനൊന്ന് പെട്ടെന്ന് നോക്കി. आप किसके सामने खड़े हैं? ആരുടെ മുന്നിലാ നിൽക്കുന്നത്? बाकी का 6 दिन आपको मेहनत करने के लिए परमेश्वर ने पूरा फ्रीडम दिया है. 6 ദിവസം മുഴുവൻ അധ്വാനിക്കുവാൻ ദൈവം അവകാശം തന്നില്ലേ? एक दिन कम से कम 2-2.5 घंटे परमेश्वर के लिए आप बिताने के लिए तैयार नहीं है. അല്പനേരം ഒരു 2-3 മണിക്കൂറെങ്കിലും ദൈവത്തിന് പൂർണ്ണമായി കൊടുപ്പാൻ പ്രാപ്തി मैं വരുന്നില്ലയോ? सच में कहता हूँ वो व्यक्ति का शेयर मार्केट पूरा डूब गया, इतना नुकसान उसके जिंदगी में आया क्योंकि कहां पर आकर कर रहे हैं, परमेश्वर की उपस्थिति में आकर परमेश्वर को निंदा कर रहे हैं, अपमान कर रहे हैं. हालेलुया, प्रेज़ लॉर्ड. कभी ना करे क्योंकि परमेश्वर हालेलुया हमारे सारे बातों को वो नजर रखने वाला परमेश्वर है. ആമേൻ. ആ വ്യക്തിയുടെ ആ സഹോദരന്റെ ജീവിതത്തിൽ ഷെയർ മാർക്കറ്റിൽ വലിയ നഷ്ടമുണ്ടായി, താൻ മുങ്ങിപ്പോകുവാൻ ഇടയായി, അതിനകത്ത് കടം കയറി. ആമേൻ. ദൈവത്തെ അപമാനിക്കരുത്. ആമേൻ. ദൈവത്തെ ആലയത്തിൽ കടന്നു വന്ന് അപമാനിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. जिंदगी में कहीं ना कहीं कुछ गड़बड़ हो रहा है, थोड़ा ध्यान से देखिएगा. हमने परमेश्वर की उपस्थिति में आकर कुछ ना कुछ तो गिमिक्स किया होगा जहां पर परमेश्वर को क्रोध दिला रहे हैं. ദൈവത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. ആമേൻ. ദൈവസന്നിധിയിൽ കടന്നുപോയി എന്തെങ്കിലും ആവശ്യമില്ലാത്തത് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരാജയം ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള വാസ്തവം നമ്മൾ हम തിരിച്ചറിയുക. सोचेंगे हम अभी जिंदा है, ठीक ठाक है, उसका मतलब ये नहीं कि परमेश्वर ने हमारे ऊपर न्याय नहीं किया है. നമ്മളെല്ലാം നന്നായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു, അപ്പോൾ ദൈവം നമ്മളെ ന്യായം വിധിക്കുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. सच में हमारे शरीर का मृत्यु नहीं हो रहा है, लेकिन फिर भी यदि आत्मा का मृत्यु हो रहा है, आत्मिक तौर से मृत्यु हो रहा है, फिर क्या फायदा है परमेश्वर की आराधना करने से? നമ്മൾ മാനുഷികമായി പുറമെ ജീവനോട് ഇരിക്കുന്നെങ്കിലും ആത്മിക മരണം സംഭവിച്ചിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ നമ്മുടെ ആരാധന കൊണ്ട് എന്ത് പ്രയോജനം? हालेलुया, बहुत ही गंभीर है. हम जब परमेश्वर के चरणों में आराधना के लिए आते हैं उतना समय केवल वो परमेश्वर के लिए हम समय बिताने पाए. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ സമയവും കർത്താവിനെ ആരാധിക്കുവാനായി മാത്രം ചിലവഴിക്കുക. आप मल्टी टैलेंटेड होंगे, परमेश्वर को कुछ लेना देना नहीं है. जब आराधना के लिए आए हैं उस समय परमेश्वर के सामने हमें ही एक जीवित बलिदान के द्वारा अर्पण करने के लिए हम आए हुए हैं. നമ്മൾ ഒരു പക്ഷേ അനേകം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ കഴിവുള്ളവരായിരിക്കാം, പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ എല്ലാം മാറ്റിവെച്ച് ആരാധനയിൽ മാത്രം ശ്രദ്ധിക്കുവാനിടയാകട്ടെ. मुझे पता नहीं आपको किस प्रकार उस वचन के गहराई को समझ में आ रहा है, लेकिन मैं प्रार्थना कर रहा हूं कि पवित्र आत्मा हमारे हृदयों से ठीक प्रकार वार्तालाप करते रहे. ഈ വചനങ്ങളെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നത് കൊണ്ട് ദൈവം നമ്മളോട് ഇടപെടട്ടെ. हम जिस प्रकार आराधना कर रहे हैं परमेश्वर ध्यान से देख रहा है. परमेश्वर ने कैन के आराधना को इनकार किया और हाबेल की आराधना परमेश्वर स्वीकार कर रहा है. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിലും വഴിപാടിലും ദൈവം പ്രസാദിപ്പാനിടയായി. इन वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. बी सीरियस अबाउट आवर क्रिश्चियन लाइफ, क्योंकि एक ही पल है, कुछ समय ही है, उसका आगमन बहुत निकट है. हालेलुया, हर पल हमारे
हमारे जिंदगी को तैयार करना जरूरी है। वो जैसा चाहता है वैसे हमारे जिंदगी हर पल तैयार होने पाए। ऐसे अवसर दिए परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हमें भी आपकी प्रार्थनाओं में उठाए रखिएगा। परमेश्वर आप सबको अनुग्रह से भरने पाए। गॉड ब्लेस यू। आमेन आमेन। प्रेज लॉर्ड। आमेन आमेन। थैंक यू पास्टर, अच्छा वचन की उससे। हालेलुया। सबको जय मसीह की। फिर से आप प्रभु ने हमें एक अच्छा नया दिन दिया है, अच्छा आराधना दिया है, अच्छा वचन सुनाया है। हम बहुत खुश है क्योंकि हर दिन हमें सुबह सुबह अच्छा आराधना और वचन से प्रभु हमें हर रोज हमें फीड करता है, थोड़ा थोड़ा करके हमें हमारे ग्रोथ को बढ़ा देते हैं। वचन में बढ़ाने के लिए वचन से हमें बढ़ाते हैं हमारा आत्मिक जीवन को। हम अभी भी कुछ हुआ नहीं, हमारे शारीरिक तौर से हम तो बढ़ गया है, हमारा पूरा हो चुके हैं, अभी कुछ नहीं है, अभी उसमें कटाई करने का जरूरत है। लेकिन आत्मिक जीवन में हमें अंत तक हमको हर रोज नया नया चीजें दे के हमें हमारे अंदर का ताकत को बढ़ा